ഫൈനൈറ്റ് എലിമെൻ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ന്യൂമറിക്കൽ മെത്തേഡ് ടു സോൾവ് എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ് ലൈക്ക് സ്ട്രക്ചറൽ, thermal, fluid, etc. With the help of finite element analysis, we can replicate the real world engineering problems in a virtual world, which is what we call simulation, simulating an engineering problem. The main steps involved in finite element analysis are basically pre-processing, processing and post-processing. ആ ഒരു 3 സ്റ്റെപ്പിനെ ബ്രോഡായിട്ട് ജസ്റ്റ് ഒരു 4 സെഗ്മെൻ്റ് ആയിട്ട് ഇവിടെ കാണിച്ചേക്കാം. ഫസ്റ്റ് വൺ ഈസ് ബേസിക്കലി ഓഫ് പ്രീ പ്രോസസ്സിങ്, ദ സെക്ഷൻസ് 1 and 2. ഫസ്റ്റ് വൺ ഈസ് ബേസിക്കലി ക്രിയേറ്റിംഗ് ജോമെട്രി. നമുക്ക് സ്ട്രക്ചറൽ ആണെങ്കിലും ഫ്ലൂയിഡ് ആണെങ്കിലും തെർമൽ ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ അതിൻ്റെ ഒരു ജോമെട്രി ഓർ വർക്ക് വോളിയം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് പ്രീ പ്രോസസ്സിങ്ങിലുള്ള ജോമെട്രി ക്രിയേഷൻ എന്ന് പറയുന്നത്. Then in that pre-processing itself, the second step is meshing or generation of mesh. Finite element analysis il thana parayunnathu the object, the engineering object is further divided into finite number of elements. ഇവിടെ നമുക്ക് ഫിഗറിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും, സെക്കൻഡ് വണ്ണിൽ അല്ലെങ്കിൽ ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു 3-dimensional മോഡൽ, ഒരു എഞ്ചിനീയറിംഗ് ഒബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഒബ്ജക്റ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ്. ഇവിടെ നമുക്ക് കാണാം ഒരു ടെട്രാഹെഡ്രൽ എലിമെൻറ്റ്സ് ആയിട്ട് നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ എലിമെൻറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ്. ഇതിനെ നമ്മൾ ഫൈനൈറ്റ് എലിമെൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള ഒബ്ജക്റ്റിനെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ പറഞ്ഞ ഓരോ ഫൈനൈറ്റ് എലിമെൻറ്റ്സും വിച്ച് കമ്പോസ്ഡ് ഓഫ് സം നോഡ്സ്. ഇവിടെ കാണാം നമുക്ക് ഓരോ ടെട്രാഹെഡ്രൽ ഷേപ്സും കുറേ നമ്പർ ഓഫ് നോട്ട്സ്, ഓരോ പോയിൻറ്റ്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തതാണ്. നമ്മുടെ കയ്യിലുള്ള ഓരോ ഫൈനൈറ്റ് എലിമെൻറ്റ്സും തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ നോട്ട്സിൻ്റെ ബേസിസിലാണ്. ഒരു ഫൈനൈറ്റ് എലിമെൻറ്റും അടുത്ത ഫൈനൈറ്റ് എലിമെൻറ്റും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു മീഡിയം എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോട്ട്സ്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഒബ്ജക്റ്റിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു ഡീഫോർമേഷൻ, ദാറ്റ് മീൻസ് അവിടെ ഉണ്ടാകുന്ന ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ ആക്ച്വലി ആ ഒബ്ജക്റ്റിനെ നമ്മൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. ആ ഓരോ എലിമെൻറ്റ്സിൻ്റെ അകത്ത് നമ്പർ ഓഫ് നോഡ്സ് ഉണ്ടാവും. ആ നമ്പർ ഓഫ് നോഡ്സിലും ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും നമ്മൾ ഇൻഡിവിജ്വലി കണ്ടുപിടിക്കുന്നത്. സോ ആ ഒരു പ്രോസസ്സ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ദ ഹോൾ സിസ്റ്റം കാണുന്നതിനേക്കാളും ഇൻഡിവിജ്വൽ എലിമെൻറ്റ്സിലുള്ള ഇൻഡിവിജ്വൽ നോഡിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കലായിരിക്കും നമ്മൾ ഫൈനൈറ്റ് എലിമെൻറ്റ് അനാലിസിസ് FEA ചെയ്യുന്നത്. ഇങ്ങനെ കിട്ടുന്ന ഓരോ നോഡിലെയും ഡിസ്പ്ലേസ്മെൻറ്റ് വട്ടെവർ, ഇപ്പം ടെമ്പറേച്ചർ ആണെങ്കിൽ അത്, സ്ട്രെസ് ആണെങ്കിൽ ഏത് ക്വാണ്ടിറ്റി ആണെങ്കിലും, ഈ കിട്ടുന്ന വാല്യൂസൊക്കെ ഒരു നോഡിൽ നിന്ന് അടുത്ത നോഡിലേക്ക് നമ്മൾ ഇൻ്റർപോളേഷൻ വെച്ചിട്ട് നമ്മളത് അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രീ പ്രോസസ്സിങ്ങിലുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് മെഷ് ജനറേഷൻ, അല്ലെങ്കിൽ നമ്മളതിനെ ഡിസ്ക്രീറ്റൈസിങ് എന്ന് പറയും. ഡിസ്ക്രീറ്റൈസേഷൻ, ഡിസ്ക്രീറ്റ് എലിമെൻറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ പ്രോസസ്സിങ് സ്റ്റെപ്പിൽ വരുന്നതാണ് സോൾവിങ്. ദാറ്റ് മീൻസ് സോൾവിങ് എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ്. അതിൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് അതിലുണ്ടാവുന്ന ഡീഫോർമേഷൻസ് ഓർ അതിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്ട്രെസ്സുകൾ, അല്ലെങ്കിൽ നമ്മളൊരു ഹീറ്റ് അപ്ലൈ ചെയ്തപ്പോൾ അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് എന്താണെങ്കിലും, അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ഫ്ലോ നടന്നപ്പോൾ അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നത് ബൈ മീൻസ് ഓഫ് സം ഫിസിക്സ്, നമ്മളതിനെ പ്രോസസ്സിങ് സ്റ്റെപ്പ് എന്ന് പറയും. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് പോസ്റ്റ് പ്രോസസ്സിങ്. പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന നമ്മുടെ റിസൾട്ടിനെ ഗ്രാഫിക്കലി നമ്മളതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, അതുപോലെ ആ റിസൾട്ടിനെ നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ പോസ്റ്റ് പ്രോസസ്സിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ഫൈനൈറ്റ് എലിമെൻറ്റ് അനാലിസിസ് വെച്ചിട്ട് ഒരു എഞ്ചിനീയറിംഗ് പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഫസ്റ്റ് വി വിൽ ക്രിയേറ്റ് ദ ജോമെട്രി, ദെൻ ഡിസ്ക്രീറ്റൈസ് ദ ജോമെട്രി ഇൻ ടു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ്. ദെൻ ബിഫോർ പ്രോസസ്സിങ് വി നീഡ് ടു അപ്ലൈ ദ ബൗണ്ടറി കണ്ടീഷൻസ്. ബൗണ്ടറി കണ്ടീഷൻസ് മീൻസ് ഫോർ എക്സാമ്പിൾ, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ രണ്ട് എൻഡിലും നമ്മളൊരു നൈഫ് എഡ്ജ് സപ്പോർട്ട് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കണം. ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡോ അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡോ ഉണ്ടെങ്കിൽ ആ ലോഡ് അപ്ലൈ ചെയ്തിരിക്കണം.
അങ്ങനെയുള്ള നമ്മുടെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഫ്ലൂയിഡിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ അവിടെ നമ്മൾ ഇൻലെറ്റ് വെലോസിറ്റി, എക്സിറ്റ് പ്രഷർ, അല്ലെങ്കിൽ മെറ്റീരിയൽ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പം നമുക്ക് സ്ട്രക്ചറൽ അനാലിസിസ്, ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് സ്ട്രക്ചറൽ അനാലിസിസ് ഒന്ന് ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം, ഐ സെക്ഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. An I section shown in figure is simply supported over a span of 12 meter. I section ആണ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ഇറ്റ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ് ഓവർ എ സ്പാൻ ഓഫ് 12 മീറ്റർ. സോ ആ ഐ സെക്ഷനിലുള്ള ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് ഈസ് 12 മീറ്റർ ആൻഡ് ഇറ്റ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ്. സിംപ്ലി സപ്പോർട്ടഡ് മീൻസ് രണ്ട് എൻഡിലും നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാകും. യൂഷ്വലി ചെയ്യുന്നത് ഒരെൻഡിൽ ഇറ്റ്സ് എ നൈഫ് എഡ്ജ് സപ്പോർട്ട്, അടുത്ത എൻഡിൽ നമ്മൾ യൂഷ്വലി റോളർ സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഇഫ് ദ മാക്സിമം പെർമിസിബിൾ ബെൻഡിങ് സ്ട്രെസ് ഈസ് 80 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ, അതിന് ആ ബീമിന് പെർമിസിബിൾ ആയിട്ടുള്ള ബെൻഡിങ് സ്ട്രെസ്, ഈ ഒരു പ്രോബ്ലം ബെൻഡിങ് സ്ട്രെസ്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പെർമിസിബിൾ ബെൻഡിങ് സ്ട്രെസ് ഈസ് 80 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് കോൺസെൻട്രേറ്റഡ് ലോഡ് ക്യാൻ ബി ക്യാരിഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 4 മീറ്റർ ഫ്രം വൺ സപ്പോർട്ട്. എത്ര ലോഡ് കൊടുത്താലാണ് മാക്സിമം ബെൻഡിങ് നമുക്ക് 80 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിനകത്ത് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ആക്ച്വലി സിമ്പിൾ ബെൻഡിങ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ പണ്ട് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ പഠിച്ച M/I = σ/y = E/r, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കാണാം ഐ സെക്ഷൻ, ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. അതുപോലെ 12 മീറ്റർ സ്പാനിൽ ഇവർ ക്വസ്റ്റ്യൻ പ്രകാരം 4 മീറ്റർ കഴിഞ്ഞിട്ട് ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ്. അങ്ങനെ നമുക്ക് ഈ ബെൻഡിങ് ഇക്വേഷൻ വെച്ചിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്ന, നമ്മൾ മാനുവലി ബൈ യൂസിങ് ഫിസിക്സ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ലോഡ് ഈസ് 8369.77 ന്യൂട്ടൺ. നമുക്ക് ഈ ഒരു പ്രോബ്ലം ഒന്ന് വാലിഡേറ്റ് ചെയ്ത് നോക്കാം ബൈ മീൻസ് ഓഫ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസ്. സോ നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത് 12 മീറ്റർ സ്പാനുള്ള ഒരു ഐ സെക്ഷൻ ബീം നമ്മുടെ കയ്യിലുണ്ട്. അതിൽ 4 മീറ്റർ കഴിഞ്ഞിട്ട് നമ്മളൊരു കോൺസെൻട്രേറ്റഡ് ലോഡ് കൊടുക്കുകയാണ്. ദാറ്റ് ലോഡ് വിൽ ബി 8369 ന്യൂട്ടൺ. ദെൻ അവിടെ ഉണ്ടാവുന്ന മാക്സിമം പെർമിസിബിൾ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് 80 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. റൈറ്റ്. ഫൈനൈറ്റ് എലിമെൻറ്റ് അനാലിസിസ് ചെയ്യാൻ നമ്പർ ഓഫ് ടൂൾസ് അവൈലബിൾ ആണ്. അതിൽ ആൻസിസ് ഇസ് ദ വൺ ഓഫ് ദ ഫേമസ് സോഫ്റ്റ്വെയർ. ദെൻ മാറ്റ്ലാബ് ഉണ്ട്, ദെൻ കോംസോൾ ഉണ്ട്, അതുപോലെ അബാക്കസ്, അങ്ങനെ നമ്പർ ഓഫ് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. നമ്മുടെ PTC ക്രയോൻ്റെയും ഒരു മൊഡ്യൂൾ, ദാറ്റ് മീൻസ് PTC ക്രയോ സിമുലേറ്റിൽ നമുക്ക് ഫൈനൈറ്റ് എലിമെൻറ്റ് അനാലിസിസ് ചെയ്യാൻ പറ്റും. PTC ക്രയോ യൂസ് ചെയ്യുന്നത് സെയിം ആൻസിസിൻ്റെ സെയിം സോൾവേഴ്സ് ആണ്. റൈറ്റ്. അപ്പോൾ നമുക്ക് നേരെ ഈ പറഞ്ഞിരിക്കുന്ന ബീം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ജോമെട്രി ക്രിയേഷനാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഫസ്റ്റ് നമ്മൾ Ctrl+N ഫോർ ന്യൂ പാർട്ട്. ഞാനതിലൊരു ബീമാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ബീം, ക്ലിക്ക് ഓൺ ഓക്കെ. യൂണിറ്റ് ശ്രദ്ധിക്കണം, നമുക്കിവിടെ ഫോഴ്സ് വരുന്നുണ്ട്, ഡിസ്റ്റൻസ് വരുന്നുണ്ട്. സോ മില്ലിമീറ്റർ, ന്യൂട്ടൺ, സെക്കൻഡ് ഇവിടെ നമുക്ക് താഴെ കാണാൻ പറ്റും. നമ്മൾ ഈ ഒരു പ്രോബ്ലം തിയറി ഓഫ് ഐഡിയലൈസേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, വിച്ച് മീൻസ് ഒരു പ്രാക്ടിക്കൽ എഞ്ചിനീയറിംഗ് പ്രോബ്ലത്തിനെ മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് അവിടെയുള്ള ബീമിനെയും അതിൽ ആക്ട് ചെയ്യുന്ന ലോഡിനെയൊക്കെ സിംപ്ലിഫൈ ചെയ്ത് മേ ബി നമ്മൾ കിട്ടിയിരിക്കുന്ന ലോഡിന് ഒരു പോയിന്റ് ലോഡായിട്ട് അസ്യൂം ചെയ്തിട്ടും ഒക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നതാണ്. നമുക്ക് ആദ്യം ബീം ക്രിയേറ്റ് ചെയ്യാം. ഐ സെക്ഷനാണ് ബീം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഒരു ഐ സെക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് എക്സ്ട്രൂഡ് ചെയ്ത് 3 ഡയമെൻഷണൽ ബീം ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ബട്ട് ഓൺ ദ ബേസ്ഡ് ഓഫ് ഐഡിയലൈസേഷൻ നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു ലൈൻ മാത്രം ക്രിയേറ്റ് ചെയ്യാം. ദെൻ ദാറ്റ് ലൈൻ ഈസ് കമ്പോസ്ഡ് ഓഫ് എൻ ഐ സെക്ഷൻ എന്ന് നമുക്ക് PTC ക്രയോ സിമുലേറ്റിൽ നമുക്ക് മോഡൽ റിഫൈൻ ചെയ്യാൻ പറ്റും. നോക്കാം. ഐ എം ജസ്റ്റ് സെലക്ടിങ് എ ഫ്രണ്ട് പ്ലെയിൻ. റൈറ്റ്. അവിടെ ഞാനൊരു ബീം ക്രിയേറ്റ് ചെയ്യാണ്. കമാൻഡ് L ഫോർ ലൈൻ. ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണാം ലെങ്ത് തന്നിരിക്കുന്നത് 12 മീറ്റർ ആണ്. റൈറ്റ്. നമ്മുടെ യൂണിറ്റ് ഇപ്പോൾ മില്ലിമീറ്ററിലാണ്. സോ 12 മീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് മൈറ്റ് ബി 12 × 10⁻³ ദാറ്റ് മീൻസ് 12,000 മില്ലിമീറ്റർ ആയിരിക്കും. റൈറ്റ്. ഓക്കെ.
ദെൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 4 മീറ്റർ ഫ്രം വൺ സപ്പോർട്ട്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു 4 മീറ്റർ കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു ലോഡ് അപ്ലൈ ചെയ്യാനുണ്ട്. സോ അതിനുവേണ്ടി ലോഡ് അപ്ലൈ ചെയ്യാനുള്ളൊരു പോയിന്റ് കൂടെ നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഡാറ്റം പോയിന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഗോ ടു പോയിന്റ്, ദെൻ ക്രിയേറ്റ് എ പോയിന്റ് ഓൺ ദാറ്റ് ബീം. ഇവിടെ നമുക്ക് 8000 സംതിങ്, ബട്ട് നമുക്ക് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് 4000 വന്നിട്ടുണ്ട്. ഗോ ടു ഡയമെൻഷൻ, ഫ്രം ദിസ് പോയിന്റ് ടു ദ എൻഡ് ഇറ്റ് ഈസ് 4 meter, that means 4000 millimeter. Then click on OK. Right. ഇപ്പോൾ നമുക്ക് പോയിന്റ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പോയിന്റ് 0 PNT0 കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോ ടു വ്യൂ. ഇവിടെ നമുക്കൊരു പോയിന്റ് ടാഗ് ഡിസ്പ്ലേ, അത് ഓഫ് ആണെങ്കിൽ നമുക്ക് ആ പോയിന്റ് മാത്രമേ കാണുള്ളൂ. ജസ്റ്റ് പോയിന്റ് ടാഗ് ഡിസ്പ്ലേ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റിൻ്റെ പേര് കൂടെ കാണാൻ പറ്റും. നമുക്കത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും പിന്നീട് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റ് വിസിബിൾ ആവാൻ വേണ്ടി. റൈറ്റ്. സോ നമ്മൾ ബീമിൻ്റെ ഒരു ഐഡിയൽ ലൈൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. PTC Cryoൻ്റെ സിമുലേറ്റ് എന്ന് പറഞ്ഞൊരു വേർഷൻ മൊഡ്യൂൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത സിസ്റ്റത്തിൽ തന്നെ ഉണ്ടാകും. ഇവിടെ കാണാം ക്രയോ സിമുലേറ്റ്. ബട്ട് സെയിം സിമുലേറ്റിൻ്റെ മൊഡ്യൂൾ തന്നെ നമുക്ക് PTC Cryo പാരാമെട്രിക്കിൻ്റെ അകത്തുനിന്ന് നമുക്ക് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഗോ ടു ആപ്ലിക്കേഷൻസ്, ദെൻ നമുക്കിവിടെ സിമുലേറ്റ് കാണാം. ഗോ ടു സിമുലേറ്റ്. റൈറ്റ്. സോ നമ്മൾ ആദ്യം പറഞ്ഞ ജോമെട്രി ക്രിയേഷനാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുള്ള ബീമിൻ്റെ ലൈൻ നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ അവിടെ അസൈൻ ചെയ്യണം ദിസ് ബീം ഈസ് കമ്പോസ്ഡ് ഓഫ് ഐ സെക്ഷൻ. റൈറ്റ്. സോ അതിനുവേണ്ടി നേരെ നമ്മൾ റിഫൈൻ മോഡൽ, ദെൻ വി ഹാവ് എ നമ്പർ ഓഫ് ഓപ്ഷൻസ് ഫോർ ബീം. റൈറ്റ്. ഗോ ടു ബീം. ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു കലക്ടർ വിൻഡോ കാണാം. റെഫറൻസസ്, വിച്ച് വൺ ഈസ് ഗോയിങ് ടു ആക്ട് ആസ് എ ബീം. നമുക്കറിയാം ഈ ഒരു ലൈനാണ് ആക്ട് ചെയ്യാൻ പോകുന്നത്. സോ സെലക്ട് ദാറ്റ് എഡ്ജ് ഓർ കർവ്. റൈറ്റ്. സോ ആ ഒരു ലൈൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് കാണാം വിച്ച് കർവ്, ഈ ഒരു കർവാണ് ബീമായിട്ട് എടുക്കാൻ പോകുന്നത്. ദെൻ മെറ്റീരിയൽ, ഈ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടീസൊക്കെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസിനെ റിലേറ്റ് ചെയ്തിരിക്കും. അവിടെ ജനറേറ്റ് ചെയ്യുന്ന സ്ട്രെസ് ആയെങ്കിലും ബെൻഡിങ് സ്ട്രെസ് ആയാലും എന്തായാലും, കാരണം യങ്സ് മോഡുലസ് ഒരു പാർട്ടാണ്. സോ നമുക്കിവിടെ മെറ്റീരിയൽ അസൈൻ ചെയ്യണം. ജസ്റ്റ് മോഡലിലുള്ള മെറ്റീരിയൽ ഒന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് മെറ്റീരിയൽസ് ഒന്നും കൊടുത്തിട്ടില്ല. സോ ഗോ ടു മോർ ടു അസൈൻ എ മെറ്റീരിയൽ. ഗോ ടു മോർ. ഇവിടെ നമുക്ക് കുറേ മെറ്റീരിയൽ ലൈബ്രറി ഓൾറെഡി ഡിഫോൾട്ടായിട്ട് PTC Cryoയിൽ അവൈലബിൾ ആയിട്ടുള്ളത് കാണാം. അവിടെ നമുക്ക് ഈ ഒരു എക്സാമ്പിളിൽ സ്റ്റീലാണ്. ആക്ച്വലി ക്വസ്റ്റ്യനിൽ അത് എടുത്ത് പറഞ്ഞിട്ടില്ല സ്റ്റീലാണെന്ന മെറ്റീരിയൽ, ബട്ട് ഇറ്റ്സ് എ സ്റ്റീൽ. സോ സ്റ്റീൽ കിടക്കുന്ന ഇവിടെ ലെഗസി മെറ്റീരിയൽസിലാണ്. ഗോ ടു ലെഗസി മെറ്റീരിയൽസ്. ഇവിടെ നമുക്ക് കാണാം സ്റ്റീൽ. ആക്ച്വലി സ്റ്റീൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ മെക്കാനിക്കൽ ആൻഡ് തെർമൽ പ്രോപ്പർട്ടീസ് ഇവിടെ നമുക്ക് റൈറ്റ് സൈഡ് കാണാൻ പറ്റും. പോയിസൺസ് റേഷ്യോ, യങ്സ് മോഡുലസ്, കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. നമ്മുടെ കയ്യിലൊരു സ്പെഷ്യൽ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ പ്രോപ്പർട്ടീസ് അറിയാമെങ്കിൽ പുതുതായിട്ടൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ. സോ സ്റ്റീലാണ് മെറ്റീരിയൽ എനിക്ക് മോഡലിലേക്ക് വേണ്ടത്. സോ ഡബിൾ ക്ലിക്ക് ദാറ്റ് സ്റ്റീൽ എന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ മോഡലിൻ്റെ അകത്തും ഈ പറഞ്ഞ സ്റ്റീൽ കൂടെ വന്നിട്ടുണ്ടാകും. റൈറ്റ്. ദെൻ ഓക്കെ. ഇനി ഒന്നുകൂടെ മെറ്റീരിയലകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റീൽ കാണാം. സ്റ്റീൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ബീം ഓറിയൻറ്റേഷൻ അത് ഡിഫോൾട്ടായിട്ട് തന്നെ കിടക്കട്ടെ, കാരണം വൈ ആക്സിസിലാണ് ആ ഐ സെക്ഷൻ വരാൻ പോകുന്നത്. അതവിടെ വൈ കൊടുത്തിട്ടുണ്ട്. ദെൻ ബീം സെക്ഷൻ സ്റ്റാർട്ട് ആൻഡ് എൻഡ്. നമുക്കിപ്പോൾ ഐ സെക്ഷനാണ്. സോ സ്റ്റാർട്ടിലും എൻഡിലും സെയിം സെക്ഷൻ തന്നെയായിരിക്കും. ബീം സെക്ഷനും ഡ്രോപ്പ് ഡൗൺ ചെയ്താൽ പ്രത്യേകിച്ച് അവിടെ ഓപ്ഷൻസ് ഒന്നുമില്ല. നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യണം. സോ ക്ലിക്ക് ഓൺ മോർ, ദെൻ ക്രിയേറ്റ് എ ന്യൂ സെക്ഷൻ. ഐ സെക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ക്ലിക്ക് ഓൺ ന്യൂ. ബീം സെക്ഷൻ 1 വേണമെങ്കിൽ നിങ്ങൾക്ക് പേര് കൊടുക്കാം, ഐ സെക്ഷൻ കാണാൻ വേണ്ടി മാത്രം. റൈറ്റ്. ദെൻ ഇവിടെ ഇപ്പോൾ നമുക്ക് നമ്പർ ഓഫ് സെക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ക്വയർ ആണ് സെലക്ട് ആയി കിടക്കുന്നത്. ഡ്രോപ്പ് ഡൗണിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഐ ബീം കാണാൻ പറ്റും. ദെൻ ഐ നീഡ് ടു ഡിഫൈൻ ദാറ്റ് ഐ ബീം വിത്ത് ദ ഗിവൺ ഡയമെൻഷൻസ്. ഇവിടെ കാണാം ഫസ്റ്റ് വൺ ഈസ് ബി. ബി മീൻസ് ഇവിടെ ടോപ്പിലുള്ള ഫ്ലെയിഞ്ചിൻ്റെ വിഡ്ത്താണ് ചോദിക്കുന്നത്. നമുക്ക് ഫിഗർ ഒന്ന് നോക്കാം. ഫ്ലെയിഞ്ചിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് വിച്ച് ഈസ് 100. സോ 100 millimeter. Then T for thickness of flange. നോക്കാം. ഫ്ലെയിഞ്ച് തിക്നെസ് എന്ന് പറയുന്നത് 11.5 ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് 11.5. ദെൻ DI മീൻസ് വെബിൻ്റെ ലെങ്ത് ആണ്, വെബിൻ്റെ ഹൈറ്റ്. ഓക്കെ, ഈ ഒരു DI എന്ന് പറയുന്നത് വെബിൻ്റെ മാത്രം ലെങ്ത്.
ഫിഗർ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് 225 വന്നിട്ടുണ്ട്. അവിടുന്ന് 2 ഫ്ലേഞ്ച് മൈനസ് ചെയ്താൽ നമുക്ക് വെബിൻ്റെ ലെങ്ത് കിട്ടും. ദാറ്റ് മീൻസ് 225 മൈനസ് 11.5 11.5 23 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 202 കിട്ടും. സോ വിച്ച് ഈസ് 202. ദെൻ ടി ഡബ്ല്യു എന്ന് പറയുന്നത് വെബിൻ്റെ തിക്നെസ് ആണ്. വെബിൻ്റെ തിക്നെസ് നോക്കാം. വെബിൻ്റെ തിക്നെസ് ഈസ് 7.5. ഓക്കെ, 7.5. എല്ലാ ഡയമെൻഷനും മില്ലിമീറ്ററിലാണ്. യെസ്, മില്ലിമീറ്ററിൽ തന്നെയാണ്. ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ. ഇവിടെ നമുക്കൊരു റിവ്യൂ ബട്ടൺ കാണാം. റിവ്യൂ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഐ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എത്രയാണെന്നും അതിൻ്റെ ന്യൂട്രൽ ആക്സിസ് എവിടെയാണെന്നും അതിൻ്റെ ഏരിയ എത്രയാണെന്നും അങ്ങനെയുള്ള എല്ലാ മുഴുവൻ ഡീറ്റെയിൽസും പ്ലെയിനാർ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും, ഡയമെൻഷൻസും എല്ലാം. ഓക്കെ, ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ. ഓക്കെ, നൗ ക്ലിക്ക് ഓൺ ഓക്കെ. ഇനി നമുക്ക് ഒന്ന് ജസ്റ്റ് സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ വരച്ചിരിക്കുന്ന ലൈൻ ഐഡിയലൈസേഷൻ ഇപ്പോൾ ഒരു ഐ സെക്ഷനായിട്ട് കാണാൻ പറ്റും. റൈറ്റ്. സോ പ്രീ പ്രോസസ്സിങ്ങിൽ തന്നെ നമ്മൾ ഇനി ചെയ്യാനുള്ളത് മെഷിംഗ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഫൈനൈറ്റ് എലിമെൻ്റ് അനാലിസിസ് സോഫ്റ്റ്വെയറും മെഷിംഗ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യും. കാരണം ഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ അനാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓട്ടോമാറ്റിക്കലി അവർ തന്നെ മെഷ് ജനറേറ്റ് ചെയ്യും. നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഡിഫോൾട്ടായിട്ട് ചെയ്തോളും. ബട്ട് നമുക്കിവിടെ മെഷ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നമ്മൾ ഓട്ടോ ജനറേറ്റ് മെഷ് കൊടുത്തു കഴിഞ്ഞാൽ മെഷ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യും. ഇനി നമുക്ക് വേണമെങ്കിൽ ആ മെഷിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു എലിമെൻറ്റിൻ്റെ സൈസ് നമുക്ക് വേണമെങ്കിൽ പറയാം, എലിമെൻറ്റിൻ്റെ സൈസ് മാക്സിമം ഇത്രയായിരിക്കണം അല്ലെങ്കിൽ മിനിമം ഇത്രയേ പോകാവുള്ളൂ എന്നൊക്കെ നമ്മൾ എലിമെൻറ്റ്സിൻ്റെ സൈസ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കൺട്രോളിൽ ഡിഫോൾട്ടായിട്ടല്ല യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള മെഷും കൂടെ കൊടുക്കാം. നമുക്കിവിടെ ജസ്റ്റ് ഓട്ടോമാറ്റിക് മെഷ് ജനറേഷൻ കൊടുക്കാം. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ്, ഓക്കെ. ദെൻ ക്ലിക്ക് ഓൺ ക്ലോസ്. മെഷ് സേവ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. യെസ്, റൈറ്റ്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ട് ബീം ക്രിയേറ്റ് ചെയ്തതായതുകൊണ്ട് മെഷിൻ്റെ കൂടുതൽ കൺട്രോളിൻ്റെ ആവശ്യം വരുന്നില്ല. മെഷിൻ്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന റിസൾട്ട് കുറേ കൂടെ ആക്യുറേറ്റ് ആയിരിക്കും. കാരണം ഇൻ്റർപോളേഷൻ കുറേ കൂടെ ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. റൈറ്റ്. സോ നമ്മൾ മെറ്റീരിയൽ സ്പെസിഫൈ ചെയ്തു, ജോമെട്രി സ്പെസിഫൈ ചെയ്തു, അതിനുശേഷം നമ്മൾ മെഷ് ക്രിയേറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബൗണ്ടറി കണ്ടീഷൻസ്. ബൗണ്ടറി കണ്ടീഷൻ മീൻസ് നമ്മളെ പ്രോബ്ലത്തിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ്. സിംപ്ലി സപ്പോർട്ടഡ് മീൻസ് രണ്ട് എൻഡിലും ഒരു നൈഫ് എഡ്ജ്, ഒരെൻഡിൽ നൈഫ് എഡ്ജും ഒരെൻഡിൽ റോളർ സപ്പോർട്ടും കൊടുക്കണം. സോ അതിനുവേണ്ടി വീണ്ടും നമ്മൾ ഗോ ടു ഹോം. ദെൻ അവിടെ നമുക്ക് കൺസ്ട്രെയിൻസ്, ദാറ്റ് മീൻസ് ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൺസ്ട്രെയിൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വി ഹാവ് എ ഡിസ്പ്ലേസ്മെൻറ്റ്. ഏതൊക്കെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് ലോക്ക് ചെയ്യാനുള്ളത് എന്നുള്ളത്. സോ ഗോ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ നമുക്ക് കാണാം കൺസ്ട്രെയിൻറ്റ് 1. കൺസ്ട്രെയിൻ്റെ പേരാണ്, നമുക്ക് വേണമെങ്കിൽ അത് റിനെയിം ചെയ്യാം ഓർ അതുപോലെ കീപ്പ് ചെയ്യാം. ദെൻ റെഫറൻസ്, എവിടെയാണ് നമ്മൾ കൺസ്ട്രെയിൻറ്റ് കൊടുക്കുന്നത്? എനിക്ക് വേണ്ടത് ആദ്യം ഈ ഒരു എൻഡ് എനിക്ക് ഫിക്സ് ചെയ്യണം, അടുത്ത എൻഡിലൊരു റോളർ സപ്പോർട്ടും കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് നമ്മളത് സിംപ്ലി സപ്പോർട്ടഡ് ബീമാന്ന് പറയുന്നത്. സോ ഒരെൻഡ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ലൈൻ മാത്രം ക്രിയേറ്റ് ചെയ്തത്. സോ ലൈൻ്റെ ഒരെൻഡ് എന്ന് വെച്ചാൽ ഒരു പോയിന്റ് ആയിരിക്കും. സോ ഗോ ടു റെഫറൻസസ്, സെലക്ട് ദാറ്റ് പോയിന്റ്. അപ്പോൾ നമുക്കൊരു പോയിന്റ് കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. ദെൻ നമുക്ക് ആ ഒരു എൻഡ് പോയിന്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം, എൻഡ് പോയിന്റ് മാത്രം. ഇപ്പോൾ നമുക്ക് കാണാം വേർട്ടെക്സ് കർവിൻ്റെ സ്റ്റാർട്ട് പോയിന്റാണ് സെലക്ട് ചെയ്തതെന്ന് കാണാം. റൈറ്റ്. അവിടെ നമുക്കിപ്പോൾ ഉള്ള സിസ്റ്റത്തിൻ്റെ കോർഡിനേറ്റ് സിസ്റ്റം ആണ് യൂസ് ചെയ്തേക്കുന്നത്, WCS, ദാറ്റ് മീൻസ് വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം. അത് നമ്മളെപ്പോഴും ഫൈനൈറ്റ് എലിമെൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ബോട്ടം റൈറ്റിൽ ആ വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, Y ആക്സിസ് അപ്വേർഡ്, X ആക്സിസ് ഹൊറിസോണ്ടൽ, Z ആക്സിസ് ടുവേർഡ്സ് ദ വ്യൂവർ. ഇനി നമ്മൾ ഏതൊക്കെയാണ് ആക്സിസ് നമ്മൾ ഫിക്സ് ചെയ്യാനുള്ളത്, ഏതൊക്കെയാണ് നമ്മൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ളത്? ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്ലേഷൻ. X ആക്സിസിൽ ഇത് ഫ്രീ ഓർ ഫിക്സഡ്. നമുക്കറിയാം X ആക്സിസ് എന്ന് പറയുന്നത് ഇവിടെ ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. നമുക്ക് ലെഫ്റ്റ് എൻഡ് എന്തായാലും ഫിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഞാനിവിടെ X ആക്സിസിൽ, Y ആക്സിസിലും Z ആക്സിസിലും ട്രാൻസ്ലേഷൻ ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ഡിഫോൾട്ടായിട്ട്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിൽ ഫ്രീ ആവും, ബട്ട് ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ഒരു എൻഡ്. ദെൻ റൊട്ടേഷൻ.
റൊട്ടേഷനും ഇവിടെ ഇപ്പം ഡിഫോൾട്ടായിട്ട് 3 പേരും ഫ്രീ ആയിട്ടാണ് ഉള്ളത്. ബട്ട് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ കാണാം, ഇവിടെയാണ് സെഡ് ആക്സിസ് കാണുന്നത്. നമ്മളെ ബീമിൻ്റെ മുകളിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബീം ബെൻഡ് ചെയ്യും. ഓക്കെ, ദാറ്റ് മീൻസ് അവിടെ ഒരു റൊട്ടേഷൻ കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് മീൻസ് ഇതാണ് സെഡ് ആക്സിസ് എങ്കിൽ സെഡ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടൊരു റൊട്ടേഷൻ പോസിബിൾ ആയിരിക്കും അല്ലേ? സെഡ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള റൊട്ടേഷൻ നമ്മൾ അസംബ്ലിയിൽ കണ്ടിരുന്നു, ഓരോ ആക്സിസിൻ്റെയും ട്രാൻസ്ലേഷനും റൊട്ടേഷനും. സോ സെഡ് ആക്സിസിലുള്ള റൊട്ടേഷൻ പോസിബിൾ ആണ്. ദെൻ എക്സും വൈയും നമുക്ക് ലോക്ക് ചെയ്യാം. ആ രണ്ട് ഡയറക്ഷനിലേക്കും റൊട്ടേഷൻ വരാനില്ല. ഓക്കെ, സോ നമ്മളിതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് കൊടുത്തു. ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ട്രാൻസ്ലേഷൻ എക്സ് ആക്സിസ് 0, ട്രാൻസ്ലേഷൻ വൈ ആക്സിസ് 0, dy 0 അല്ലേ? ട്രാൻസ്ലേഷൻ സെഡ് ആക്സിസ് 0, റൊട്ടേഷൻ എക്സും വൈയും 0 ആണ്, സെഡ് 0 അല്ലാന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്ത എൻഡിൽ നമുക്കൊരു റോളർ സപ്പോർട്ട് കൊടുക്കണം. സോ അടുത്ത എൻഡ് എടുക്കുക. ദെൻ അഗെയിൻ ഗോ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. അവിടെ നമ്മൾ ഒരു പോയിൻ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്, ദിസ് എൻഡ് പോയിന്റ്, റൈറ്റ്? ഇവിടെ നമ്മൾ റോളർ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. റോളർ സപ്പോർട്ടിൽ തീർച്ചയായിട്ടും വൈ ആക്സിസ്, ദാറ്റ് മീൻസ് വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റ് തീർച്ചയായിട്ടും അത് ഫിക്സ്ഡ് ആയിരിക്കും. സോ ഫിക്സ്ഡ് കൊടുക്കുക. സെഡ് ആക്സിസിൽ മൂവ്മെൻറ്റ് ഇല്ല, റൈറ്റ്? ബട്ട് റോളർ സപ്പോർട്ടിൽ ഹൊറിസോണ്ടൽ ആക്സിസിൽ മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. റോളർ സപ്പോർട്ടിൽ നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് എപ്പോഴും ഒരു എൻഡിൽ റോളർ സപ്പോർട്ടായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ട്രാൻസ്ലേഷൻ ഈസ് പോസിബിൾ അലോങ് എക്സ് ആക്സിസ്. ദ ഫിക്സ് ഇവിടെ ഡയറക്ഷൻ കാണാം, എക്സ് ആക്സിസ് ബോട്ടം റൈറ്റ്. ദെൻ റൊട്ടേഷൻ്റെ കേസിലാണെങ്കിൽ റൊട്ടേഷൻ ഇവിടെയും സെഡ് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാം, കാരണം ബീം ബെൻഡ് ചെയ്യുന്നത് കൊണ്ട്. ബാക്കി രണ്ട് ആക്സിസിലും ഫിക്സ്ഡ് ആയിരിക്കും. റൊട്ടേഷൻ പോസിബിൾ അല്ല എന്ന് മാത്രമല്ല, അവിടെ നമ്മളെ ലോഡ് ആക്ട് ചെയ്യുന്നുമില്ല, വെർട്ടിക്കലി ലോഡ് മാത്രമേ ഉള്ളൂ. സോ ദെൻ അഗെയിൻ ക്ലിക്ക് ഓൺ ഓക്കെ. ഇവിടെയും നമുക്ക് കൺസ്ട്രെയിൻസ് കൊടുത്തതായിട്ട് കാണാം. ഇവിടെ അതിൻ്റെ കറസ്പോണ്ടിങ് ഇവിടെ ഇതാ ഫിക്സ്ഡ് ആയിട്ടും കാണാൻ പറ്റും കൺസ്ട്രെയിൻസ്. ഇവിടെ ഒരു റോളർ സപ്പോർട്ടിൻ്റെ കൺസ്ട്രെയിൻസും കാണാൻ പറ്റും. സിമ്പിൾ. സോ ബൗണ്ടറി കണ്ടീഷൻസ് കൊടുത്തു. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഫോഴ്സ് അപ്ലൈ ചെയ്യണം. സോ ഗോ ടു ഫോഴ്സ് ഓർ മൊമെൻറ്റ്, ക്ലിക്ക് ഓൺ ഫോഴ്സ്. ഇവിടെയും ഫോഴ്സിൻ്റെ പേര് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ ഡിഫോൾട്ടായിട്ട് ലോഡ് 1. എവിടെയാണ് കൊടുക്കാൻ പോകുന്നത്? നമ്മളൊരു പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പോയിന്റ് 0. സോ ആ പോയിന്റിലാണ് നമ്മൾ ലോഡ് കൊടുക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എ പോയിന്റ് ലോഡ്, വാട്ട് കോൺസെൻട്രേറ്റഡ് ലോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോഡ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ലോഡ് നമ്മൾ 4 മീറ്റർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റിൽ അപ്ലൈ ചെയ്യാണ്. സോ വിൽ ബി സെലക്ടിങ് പോയിന്റ്, ദിസ് പോയിന്റ്, പോയിന്റ് 0. ആ പോയിന്റ് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ പേരിൽ ക്ലിക്ക് ചെയ്താലും മതി. ദിസ് പോയിന്റ്, യെസ്, പോയിന്റ് 0. ദെൻ കമ്പോണൻസ്, ഫോഴ്സ് ഓർ മൊമെൻറ്റ് നമുക്ക് കൊടുക്കാം. ഫോഴ്സ് കമ്പോണൻ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് what concentrated load can be carried at a distance of 4 meter from one support. ഒരു കോൺസെൻട്രേറ്റഡ് ലോഡാണ് ഡെഫിനറ്റ്ലി. സോ ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്ന ഒരു ലോഡ്, ഡൗൺവേർഡ് ഓർ അപ്വേർഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, ബട്ട് സ്റ്റിൽ വി ക്യാൻ അസ്യൂം ഇറ്റ് ആസ് എ ഡൗൺവേർഡ് ഫോഴ്സ്. ഫിഗറിൽ അവിടെ കൊടുത്തിട്ടുണ്ട് W. ആ ഫോഴ്സ് നമുക്കറിയാം, വിച്ച് ഈസ് 8,370. ദെൻ അവിടെ നമ്മൾ ബെൻഡിങ് സ്ട്രെസ് കാണുകയാണ്, റൈറ്റ്? സോ നമുക്ക് നോക്കാം എവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ബീമിൻ്റെ ടോപ്പിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, താഴേക്ക്. സോ നമ്മൾ നോക്കിയാൽ ഇവിടെ കാണാം വൈ ആക്സിസ്, ഇവിടെ കാണാൻ പറ്റും വൈ ആക്സിസ് ഈസ് അലോങ് അപ്വേർഡ്. നമുക്ക് ഫോഴ്സ് കൊടുക്കേണ്ടത് നേരെ താഴേക്കാണ്. സോ വൈ ആക്സിസിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇപ്പോൾ ഉള്ള കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ട്. ഇതിവിടെ കാണാൻ പറ്റും വൈ ആക്സിസ് ഈസ് പോയിൻറ്റിങ് ടുവേർഡ്സ് അപ്വേർഡ്. നമുക്ക് നേരെ താഴേക്കാണ് ഫോഴ്സ് കൊടുക്കേണ്ടത്. സോ ഗോ ടു കമ്പോണൻസ് ഓഫ് വൈ ആക്സിസ്. ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8,370 ആയിരുന്നു, 8,370, ബട്ട് ഇറ്റ് ഷുഡ് ബി ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്, സോ നെഗറ്റീവ്, റൈറ്റ്? വൈ ആക്സിസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരേണ്ടത്. ന്യൂട്ടണിലാണ്, യെസ്, വാല്യൂ ഈസ് ഇൻ ന്യൂട്ടൺ. ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഡ് ആക്ട് ചെയ്ത ഡയറക്ഷൻ നമുക്ക് കാണാൻ പറ്റും. യെസ്, നമ്മൾ അസ്യൂം ചെയ്ത അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഉള്ളത്. ഇത് ഞാൻ മൈനസ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ജസ്റ്റ് പ്രിവ്യൂ കൊടുത്താൽ അപ്വേർഡ് ആയിരിക്കും കാണിക്കുന്നത്. ഞാൻ ഡൗൺവേർഡ് ആണ് കൊടുക്കുന്നത്. സോ പുട്ട് നെഗറ്റീവ്, ദെൻ പ്രിവ്യൂ, ക്ലിക്ക് ഓൺ ഓക്കെ. ഇപ്പോൾ നമുക്ക് ആ കൺസ്ട്രെയിൻസും അതുപോലെ അപ്ലൈ ചെയ്തിരിക്കുന്ന ലോഡും മുഴുവനായിട്ട് കാണാൻ പറ്റും, റൈറ്റ്? ദെൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് പ്രോസസ്സിങ്. ദാറ്റ് മീൻസ് ബൈ മീൻസ് ഓഫ് ഫിസിക്സ് നമ്മളിതിൻ്റെ പ്രോസസ്സിങ് ചെയ്യുകയാണ്. ഫോർ ദാറ്റ് ഗോ ടു അനാലിസിസ്. അതിനു മുമ്പ് നമുക്ക് മോഡൽ ട്രീ ഒന്ന് ചെക്ക് ചെയ്യാം. മോഡൽ ട്രീയിൽ നമുക്ക്
നമ്മുടെ പാർട്ട് ക്രിയേറ്റ് ചെയ്തത് കാണാം. ദെൻ ഇവിടെ 3 മോണിറ്ററിൽ 3 കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാണാം. ഫസ്റ്റ് വൺ ഈസ് ലോഡ് ബാർ കൺസ്ട്രെയിൻസ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ലോഡും കൺസ്ട്രെയിൻസും കാണാം. ദ ഫസ്റ്റ് വൺ ഈസ് കൺസ്ട്രെയിൻസ്. നോക്കാം, നമ്മൾ 2 അറ്റത്ത് ഓരോ കൺസ്ട്രെയിൻസ് കൊടുത്തിട്ടുണ്ട്. കൺസ്ട്രെയിൻ 1 ഓൺ ലെഫ്റ്റ് സൈഡ്, കൺസ്ട്രെയിൻ 2 ഓൺ റൈറ്റ് സൈഡ്. ലോഡിൻ്റെ അകത്ത് നമ്മൾ ഒരു ലോഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ലോഡ് 1 ഓഫ് 8370 ന്യൂട്ടൺ. ദെൻ ഐഡിയലൈസേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു ബീം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ബീം വാസ് ബീം 1. പിന്നെ നമ്മൾ ചെയ്ത കാര്യം മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് അസൈൻ ചെയ്തതായിരുന്നു. അത് നമ്മൾ മെറ്റീരിയൽ പ്രോപ്പർട്ടീസിലും കാണാം. ഇവിടെ ഒരു സിമ്പലും കൂടി ഉണ്ടാവും. ഇപ്പോൾ ബീം ഉള്ളതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, മെറ്റീരിയൽ അസൈൻഡ് ആയിട്ടുള്ളത് കാണാം. ഓക്കെ, ദെൻ അനാലിസിസിന് വേണ്ടിയിട്ട് ഗോ ടു അനാലിസിസ് ആൻഡ് സ്റ്റഡീസ്. ഇവിടെ നമ്മളൊരു പുതിയ അനാലിസിസ് ക്രിയേറ്റ് ചെയ്യുകയാണ്, നമ്മൾ കൊടുത്തിരിക്കുന്ന ബൗണ്ടറി കണ്ടീഷനും മെറ്റീരിയലും വെച്ചിട്ട്. സോ ഗോ ടു ഫയൽ, ന്യൂ സ്റ്റാറ്റിക് അനാലിസിസ്. നമ്മൾ അവിടെ ഉണ്ടായ സ്ട്രെസ്, ഡിഫോർമേഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെ കാണുന്നുള്ളൂ. സോ സ്റ്റാറ്റിക് ഈസ് ഇനഫ്. ന്യൂ സ്റ്റാറ്റിക്. ഇവിടെ നമുക്ക് കാണാം ഇതൊക്കെ ഡിഫോൾട്ട് സെറ്റിങ്സ് തന്നെ. ഏതൊക്കെ കൺസ്ട്രെയിൻസ് എടുക്കണം, ഏതിൻ്റെ മുകളിലാണ് ചെക്ക് ചെയ്യേണ്ടത്, അതാണ് നോക്കുന്നത്. നമുക്കിപ്പോൾ ആകെ സിംഗിൾ ബീമും സിംഗിൾ കൺസ്ട്രെയിൻസ് ഒക്കെ ഉള്ളൂ. ദെൻ കൺവേർജൻസ്, നമുക്ക് ഒന്നുകിൽ ക്വിക്ക് ചെക്ക് സിംഗിൾ പാസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മൾട്ടി പാസ് ചെയ്യാം. കൺവേർജൻസിന് വേണ്ടിയിട്ട് മൾട്ടി പാസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ബട്ട് ടൈം കൺസേൺ ആണെങ്കിൽ നമുക്ക് നേരെ ക്വിക്ക് ചെക്കിലേക്ക് പോകാം. ഇത് വളരെ ചെറിയൊരു അനാലിസിസ് ആയതുകൊണ്ട് നമുക്ക് മൾട്ടി പാസിലേക്ക് പോകാം. വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കുള്ളൂ. ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ. റൈറ്റ്, ഇവിടെ നമ്മളിപ്പോൾ പുതിയൊരു അനാലിസിസ് ക്രിയേറ്റ് ചെയ്തു. അനാലിസിസിൻ്റെ പേര് അനാലിസിസ് 1. നമുക്ക് വേണമെങ്കിൽ റീനെയിം ചെയ്യാം, ബട്ട് കീപ്പിംഗ് ആസ് ഇറ്റ് ഈസ്. ദെൻ നമുക്ക് ഈ അനാലിസിസ് ഒന്ന് റൺ ചെയ്യണം, വിച്ച് ഈസ് നോട്ട് സ്റ്റാർട്ടഡ് യെറ്റ്. ഇവിടെ നമുക്കൊരു ഗ്രീൻ ഫ്ലാഗ് കാണാം, സ്റ്റാർട്ട് റൺ. സോ ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് റൺ. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഡു യു വാണ്ട് ടു റൺ ഇൻറ്ററാക്റ്റീവ് ഡയഗ്നോസിസ്. ദാറ്റ് മീൻസ് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്കവിടെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരണോ. ഇഫ് യു വാണ്ട്, ക്ലിക്ക് ഓൺ യെസ്. ഇവിടെ നമുക്ക് കാണാം ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണോ ചെയ്യുന്നത്. ദെൻ അവസാനം നമുക്കൊരു റിപ്പോർട്ട് കൂടെ കാണാം, റൺ കംപ്ലീറ്റഡ്. സ്റ്റാറ്റസിൽ കാണാം കംപ്ലീറ്റഡ്. ഓക്കെ, ദെൻ ക്ലിക്ക് ഓൺ ക്ലോസ്. ഇപ്പോൾ നമ്മളൊരു അനാലിസിസ് ക്രിയേറ്റ് ചെയ്തു, അനാലിസിസ് ചെയ്ത് കഴിഞ്ഞു. പ്രോസസ്സിങ് ഈസ് ഡൺ. അടുത്തത് പോസ്റ്റ് പ്രോസസ്സിംഗ് ആണ്. ദാറ്റ് മീൻസ് പിക്ചറൈസേഷൻ, വിഷ്വലൈസേഷൻ, സിമുലേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഒക്കെ ചെയ്യുന്നത് പോസ്റ്റ് പ്രോസസ്സിങ്ങിലാണ്. സോ റിസൾട്ട്സ് കാണാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ടാബ് കാണാം, റിവ്യൂ റിസൾട്ട്സ്. ഓക്കെ, ദിസ് വൺ. റൈറ്റ്, ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്. ഇതാണ് നമ്മുടെ റിസൾട്ട്സിൻ്റെ പേജ്. എന്ത് കാര്യങ്ങളാണ് കാണേണ്ടത്. നമ്പർ ഓഫ് വിൻഡോസ് ഉണ്ടെങ്കിൽ ഇവിടെ വിൻഡോ നമ്പർ നമുക്ക് പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് വിൻഡോ 1, 2, 3 അങ്ങനെ കൺസിക്യൂട്ടീവ് വരെ നമ്പർ ചെയ്തു പോകും. ദെൻ അനാലിസിസ് 1 എന്ന് പറഞ്ഞ സാധനമാണ് റിസൾട്ടിൽ വരാൻ പോകുന്നത്. ദാറ്റ് വാസ് ദ വൺ ഓഫ് ദ അനാലിസിസ് വി ക്രിയേറ്റഡ്. ദെൻ ഡിസ്പ്ലേ ടൈപ്പ് 2-3 തരത്തിൽ കാണാൻ പറ്റും. ഫ്രിഞ്ചസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇൻറ്ററാക്റ്റീവായിട്ട് നമുക്കൊരു റിസൾട്ട് പിക്ചറൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഫ്രിഞ്ച്. സോ ഞാൻ ഫ്രിഞ്ച് സെലക്ട് ചെയ്യുകയാണ്. ദെൻ നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാം. ബാക്കി ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് റിസൾട്ടിൽ കിട്ടും. നമുക്ക് ഡിഫോൾട്ടായിട്ട് സ്ട്രെസ്സിൽ തന്നെ എടുക്കട്ടെ, ഇൻ മെഗാ പാസ്കൽ. ദെൻ സ്ട്രെസ്സസും വോൺ മിസസ് സ്ട്രെസ് ഉണ്ട്. ദാറ്റ് മീൻസ് സ്ട്രെയിൻ എനർജി ബേസ് ചെയ്തിട്ടുള്ള സ്ട്രെസ്സാണ്. ദെൻ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്, ബെൻഡിങ് സ്ട്രെസ്സസ്. നമുക്കിവിടെ ആവശ്യം ബെൻഡിങ് സ്ട്രെസ് ആയിരുന്നു കാണേണ്ടത്. അതും നമ്മുടെ ഓപ്ഷൻസിൻ്റെ അകത്തുണ്ട്. ഓക്കെ, ബീം ബെൻഡിങ് ഉണ്ട്. സോ അതവിടെ തന്നെ ആയിക്കോട്ടെ, ബീം ബെൻഡിങ്. ദെൻ ഓക്കെ ആൻഡ് ഷോ. റൈറ്റ്, ഇപ്പം നമുക്കതിൻ്റെ ഫൈനൽ അനാലിസിസ് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ സ്ട്രെസ് ഉണ്ട്, ബീം ബെൻഡിങ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട്, ആൻഡ് യൂണിറ്റ് ഈസ് ഇൻ മെഗാ പാസ്കൽ. നമുക്ക് നോക്കാം, മാക്സിമം വാല്യൂ ഇസ് അറ്റ് ഹിയർ അല്ലേ, റെഡ് കളറിലായിരിക്കും. അതിൻ്റെ വാല്യൂ എത്രയാണ് നോക്കാം. മാക്സിമം വാല്യൂസ് 8.000 E + 0.1. ദാറ്റ് മീൻസ് 8 × 10⁻1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 80 മെഗാ പാസ്കൽ. ബെൻഡിങ് സ്ട്രെസ് ഈസ് 80 മെഗാ പാസ്കൽ. നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ദ പെർമിസിബിൾ ഓർ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഈസ് 80 Nm/mm². 1 Nm/mm² ഈസ് ഈക്വൽ ടു 1 മെഗാ പാസ്കൽ ആണ്. സോ ദ വാലിഡേഷൻ ഈസ് കംപ്ലീറ്റഡ്. ഇതിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ബെൻഡിങ് തിയറി വെച്ച് കണ്ടുപിടിച്ച ലോഡ് നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് ആ സെയിം വാല്യൂ തന്നെ കിട്ടിയിട്ടുണ്ട്. 80 Nm/mm² തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ വിച്ച് ഈസ് വാലിഡേറ്റഡ്. അതായിരുന്നു നമ്മുടെ എയിം. നമുക്കൊന്നുകൂടെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് ഇതിലെന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം.
നമുക്കിപ്പോൾ ഒരു റിസൾട്ട് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഈ വിൻഡോയിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് എഡിറ്റ് ചെയ്യാം. റൈറ്റ്. അല്ലെങ്കിൽ ഇവിടെ ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്താലും മതി. ഇതൊക്കെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത കാര്യങ്ങളായിരുന്നു. റൈറ്റ്. നമുക്കൊരു ഡിസ്പ്ലേ ഓപ്ഷൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഐ ക്യാൻ ഷോ ദ റിസൾട്ട്സ് ഇൻ എ ഡീഫോംഡ് മാനർ. ദാറ്റ് മീൻസ് എന്തായാലും ഒരു ബീമിന് ബെൻഡിങ് ഉണ്ടാവും, ആ ബെൻഡിങ് കൂടെ കാണാം. അത് വേണമെങ്കിൽ എനിക്ക് സ്കെയിൽ ചെയ്തിട്ട് കാണാം, അത് ആവശ്യമില്ലെങ്കിൽ അൺടിക്ക് ചെയ്തേക്കുക. റൈറ്റ്. ദെൻ കണ്ടിന്യൂസ് ടോണിൽ, ദാറ്റ് മീൻസ് ഈ ബ്ലൂ ടു റെഡ് ട്രാൻസ്ഫോർമേഷൻ കണ്ടിന്യൂസ് ആയിട്ട് കാണും, അല്ലെങ്കിൽ ഓരോ ഫ്രിഞ്ചസ് ആയിട്ട് കാണും. അവിടെ തന്നെ ഓരോ കോണ്ടൂർസ് ആയിട്ട് തന്നെ കിടക്കട്ടെ, കീപ് ആസ് ഇറ്റ് ഈസ്. മാത്രമല്ല നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ലോഡ് നമുക്കൊന്ന് കാണിക്കണം, നമ്മൾ കൊടുത്തിരിക്കുന്ന കൺസ്ട്രെയിൻസ് ഒന്ന് അവിടെ കാണിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുത്ത് നോക്കാം. റൈറ്റ്. ഇപ്പോൾ നമുക്ക് കാണാം നമ്മൾ കൊടുത്തിരിക്കുന്ന കൺസ്ട്രെയിൻസ് രണ്ട് എൻഡിലും കാണാം, നമ്മൾ കൊടുത്തിരിക്കുന്ന ലോഡും. ഇതിപ്പോൾ ഡിഫോൾട്ട് ഓറിയൻറ്റേഷൻ ആണ്, ജസ്റ്റ് ഐ എം ഗോയിങ് ടു ഫ്രണ്ട് വ്യൂ. ഇപ്പോൾ നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും. റൈറ്റ്. എവിടെയാണ് മാക്സിമം ബെൻഡിങ് ഉള്ളത്, അതുപോലെ എത്രത്തോളം ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ട്, എവിടെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. സ്ട്രെസ് മാത്രമല്ല, നമുക്ക് കൂടെ ഉണ്ടായിരുന്ന എല്ലാ റിസൾട്ട്സും കിട്ടും. ഫോർ എക്സാമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് മീൻസ് എത്രത്തോളം ഡീഫോർമേഷൻ ഉണ്ടായെന്ന് ചെക്ക് ചെയ്യാം. ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ ചോദിക്കുന്നുണ്ട് ഏത് കോർഡിനേറ്റിലാണ്, ഏത് ഡയറക്ഷനിലുള്ള ഡിഫ്ലക്ഷനാണ്. ദാറ്റ് മീൻസ് വൈ ആക്സിസിലാണ് ഞാൻ ലോഡ് കൊടുത്തത്, സോ ഡെഫിനറ്റ്ലി വൈ ആക്സിസിലായിരിക്കും ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്. യെസ്, വൈ ആക്സിസിലാണ് ഡിഫ്ലക്ഷൻ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്. പക്ഷെ നമ്മൾ റിസൾട്ട്സിൽ നോക്കിയാൽ കാണാം റെഡ് ആയിരിക്കുമല്ലോ എപ്പോഴും കൂടുതൽ ഹയർ വാല്യൂ വരുന്നത്. ബട്ട് ഇവിടെ പ്രശ്നം, നമ്മൾ വൈ ആക്സിസിന് ഓപ്പോസിറ്റ് നെഗറ്റീവ് ഡയറക്ഷനിലായിരുന്നു ഫോഴ്സ് കൊടുത്തത്, സോ നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. നെഗറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, മാഗ്നിറ്റ്യൂഡ് ഈസ് സെയിം ബട്ട് ഡയറക്ഷൻ ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു ഇവിടെയുള്ള ബ്ലൂ കളർ എന്ന് പറയുന്നത് 41 മില്ലിമീറ്റർ ആണ്. യൂണിറ്റ് ഇവിടെയുണ്ട് 41 മില്ലിമീറ്റർ. അത് മൈനസ് ആയതുകൊണ്ടാണ് അത് മിനിമം ആയിട്ട് കാണിച്ചത്. റൈറ്റ്. സീറോ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെയുള്ള സ്ഥലമാണ് ഈ രണ്ട് എൻഡിൽ, അതാണ് മിനിമം. റൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് മെഷർ ടാബ് ഉണ്ട്. മെഷർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. മാക്സിമം ബീം ബെൻഡിങ് ഇറ്റ് ഈസ് 80 MPa. ദെൻ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് മാഗ്നിറ്റ്യൂഡ് വിച്ച് ഈസ് 41, ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ. റൈറ്റ്. അതിൻ്റെ വൈ ഡയറക്ഷനിലുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് -41, അത് ഇൻക്ലൂഡിങ് ഡയറക്ഷൻ ആണെന്ന് മാത്രം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആ വാല്യൂസ് ഒക്കെ ഒന്ന് ഇതിൽ അനോട്ടേറ്റ് ചെയ്ത് കാണിക്കണം. ദാറ്റ് മീൻസ് മാക്സിമം ബീം ബെൻഡിങ് ഈസ് 80, സോ അതൊന്ന് സെലക്ട് ചെയ്യുക. ദെൻ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് മാഗ്നിറ്റ്യൂഡ് അതും ഒന്ന് സെലക്ട് ചെയ്യുക. ദെൻ ക്രിയേറ്റ് അനോട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നമുക്കവിടെ അനോട്ടേറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അത് നമ്മൾ എങ്ങനെ നമ്മൾ മോഡൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കലി റീസ്റ്റോർ ചെയ്ത് കിടക്കും. റൈറ്റ്. മാത്രമല്ല നമുക്കിവിടെ ഓരോ പോയിന്റിലുള്ള വാല്യൂസ്, ദാറ്റ് മീൻസ് ഓരോ ഡിസ്റ്റൻസിലുണ്ടാകുന്ന വാല്യൂ നമുക്ക് അറിയണമെങ്കിൽ വി ഹാവ് എ ഡൈനാമിക് ക്വറി. ദാറ്റ് മീൻസ് ഡൈനാമിക് ക്വറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൗസ് പോയിന്റർ കൊണ്ടുവെക്കുന്ന ആ ഒരു പോർഷനിലുള്ള ലൊക്കേഷനും അതുപോലെ ആ സ്പെസിഫിക് പോയിന്റിലുള്ള വാല്യൂ, ഇവിടെ ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണുള്ളത്, നമുക്കൊന്ന് മാറ്റി നോക്കാം. ജസ്റ്റ് സെക്കൻഡ്, നമുക്ക് ബെൻഡിങ് സ്ട്രെസ് തന്നെ എടുക്കാം, ബീം ബെൻഡിങ്. റൈറ്റ്. ദെൻ ഡൈനാമിക് ക്വറി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം മാക്സിമം ബെൻഡിങ് 80 ഒക്കെ വരുന്നത് ഇവിടെയാണ്. അവിടെ ഇപ്പോൾ ഓൾറെഡി വിൻഡോ ഉള്ളത് കൊണ്ടാണ് പിക്ക് ചെയ്യാൻ പറ്റുന്നത്. അറൗണ്ട് ഹിയർ എവിടെ ഏതൊരു പോയിന്റിൽ നമ്മൾ മൗസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിൻഡോയിൽ വാല്യൂ നമുക്ക് കാണാൻ പറ്റും. റൈറ്റ്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഈ പറഞ്ഞിരിക്കുന്ന ബെൻഡിങ് സ്ട്രെസ് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് വരുമ്പോഴേക്ക് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വേരിയേഷൻ നമുക്ക് ബൈ മീൻസ് ഓഫ് എ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് യൂസ് ദിസ് കോപ്പി ഓപ്ഷൻ. ദാറ്റ് മീൻസ് സെയിം നമ്മൾ ചെയ്തിരിക്കുന്ന സെയിം ഓപ്ഷൻ തന്നെ ബട്ട് ഡിഫറെൻറ്റ് റിസൾട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ക്ലിക്ക് ഓൺ കോപ്പി. സോ നമ്മൾ ആ നേരത്തെ നമ്മൾ ചെയ്തിരിക്കുന്ന അതേ ഓപ്ഷൻ തന്നെയാണ് വന്നത്. ഫ്രിഞ്ചായിരുന്നു നമ്മളിപ്പോൾ സെലക്ട് ചെയ്തത്. നമുക്കതൊന്ന് മാറ്റിയിട്ട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഗ്രാഫിൽ എങ്ങനെയായിരിക്കും വരുന്നത് നോക്കാം. സോ ക്ലിക്ക് ഓൺ ഗ്രാഫ്. എന്താണ് നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് സ്ട്രെസ്. റൈറ്റ്. അതും കമ്പോണൻറ്റ് ബീം ബെൻഡിങ് ആണ്. വേണമെങ്കിൽ ബോൺ മിക്സർ സ്ട്രെസ് എടുക്കാം, പ്രിൻസിപ്പൽ സ്ട്രെസ് എടുക്കാം, ഷിയർ സ്ട്രെസ് എടുക്കാം, വട്ടെവർ ഇറ്റ് ഈസ്. നമ്മൾ ബെൻഡിങ് ആണ് എടുക്കുന്നത്. ദെൻ റിലേറ്റീവ് ടു, ദാറ്റ് മീൻസ് എക്സ് ആക്സിസിൽ എന്താണ് കാണിക്കേണ്ടത്? കർവ് ആർക്ക് ലെങ്ത്. ദാറ്റ് മീൻസ് ബീം ഒരെൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്ക് പോകുമ്പോഴേക്ക് എത്രത്തോളം ബീം ബെൻഡിങ് ഉണ്ടാകുന്നുണ്ട്. സോ ക്ലിക്ക് ഓൺ കർവ് ആർക്ക് ലെങ്ത്.
ഏതാണ് ഇനി കർവ് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. നമ്മളെ ബീമാണ് ആ കർവ്, റൈറ്റ്? സോ ക്ലിക്ക് ഓൺ ദാറ്റ് സെലക്ട് ബട്ടൺ, എന്നിട്ട് നമ്മൾ ആ ബീം ഒന്ന് കൊടുക്കുക. ബീം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ ടോപ്പ് റൈറ്റ് കോർണറിൽ സെലക്ട് 1 or more items ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ഓൺ ഓക്കെ. അപ്പോൾ വീണ്ടും നമുക്ക് സ്റ്റാർട്ട് പോയിന്റ് എവിടെയാണെന്ന് വെച്ചാൽ ഗ്രാഫിൻ്റെ എക്സ് ആക്സിസ് എവിടെ നിന്നോട്ട് എവിടത്തേക്ക് വരക്കണം. ഞാൻ വിചാരിക്കണം ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് വരട്ടെ. പക്ഷേ ഇവിടെ ഒരു വയലറ്റ് കളർ മാർക്ക് കാണാം. ദാറ്റ് മീൻസ് റൈറ്റ് സൈഡിലാണ് ഇപ്പോൾ സ്റ്റാർട്ട് പോയിന്റ് ഉള്ളത്. വി ഹാവ് എൻ ഓപ്ഷൻ ടു ടോഗിൾ ദാറ്റ് സ്റ്റാർട്ട് പോയിന്റ്. സോ ടോഗിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാർട്ട് പോയിന്റ് നേരെ ഇവിടേക്ക് വന്നിട്ടുണ്ടാവും. വളരെ ചെറിയൊരു വയലറ്റ് കളറിലൊരു പോയിന്റ് ആയിട്ട് കാണാം, റൈറ്റ്? ദെൻ ഓക്കെ. ഇപ്പോൾ നമ്മൾ കർവിൻ്റെ ആർക്ക് ലെങ്ത് ബേസ് ചെയ്തിട്ട് വേണം. ആർക്ക് ലെങ്ത് ഏതാണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് പോയിന്റ് ഏതൊക്കെയാണ് കൊടുത്തിട്ടുണ്ട്, ഡിസ്പ്ലേ ടൈപ്പ് ഗ്രാഫാണ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഓക്കെ ഷോ, റൈറ്റ്. ഇപ്പം നമുക്ക് 2 വിൻഡോ ഇൻ പാരലൽ കിട്ടിയിട്ടുണ്ട്. ഈ വിൻഡോ ഒന്ന് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും എക്സ് ആക്സിസിൽ ആർക്ക് ലെങ്ത് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ ബീം ലെങ്ത് ആണ് 0 മുതൽ 12,000 millimeter വരെ. ഓക്കെ. ദെൻ വൈ ആക്സിസിൽ ബീം ബെൻഡിങ് സ്ട്രെസ് നമുക്ക് കാണാം മാക്സിമം ഈസ് 80 MPa ഇവിടെ യൂണിറ്റ് ഉണ്ട്. ആ 80 MPa തന്നെ കിട്ടുന്നത് അറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് 80,000 ഫ്രം ദ ലെഫ്റ്റ് മോസ്റ്റ് എൻഡ് ഓർ 4,000 ഫ്രം ദ റൈറ്റ് മോസ്റ്റ് എൻഡ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ അങ്ങനെയായിരുന്നു, റൈറ്റ്? അപ്പോൾ നമുക്ക് 2 തരത്തിലും ബീമിനെ കാണിക്കാൻ പറ്റും. ഇനി മാത്രമല്ല, ഇതിനെ ഒന്ന് ആനിമേറ്റ് ചെയ്ത് കാണിക്കാനാണെങ്കിലും ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഓപ്ഷൻ ഒന്ന് എഡിറ്റ് ചെയ്യാം. വി ഹാവ് എൻ ഓപ്ഷൻ ടു ആനിമേറ്റ്. നമുക്കത് ആനിമേറ്റ് റീസ്റ്റാർട്ട് ചെയ്ത് ലൂപ്പ് ചെയ്ത് പോകുന്ന തരത്തിലാക്കാം. ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ബീമിൻ്റെ ആനിമേഷൻ എങ്ങനെയാണെന്ന് ഡിഫോം ചെയ്യുന്നത് നമുക്കത് കാണിക്കാനും പറ്റും. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് അൺടിക്ക് ദാറ്റ്. ഓക്കെ, ഗോ ടു ഫ്രണ്ട് വ്യൂ. ദെൻ ഈ റിസൾട്ട്സ് നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗോ ടു ഫയൽ. Then we have an option to print, right? നമ്മളത് ഇമേജ് ഫോർമാറ്റിലാണെങ്കിൽ അങ്ങനെ ഇമേജ്, ദെൻ സൈസ് A4 സൈസ്, let it be A4. ദെൻ റെസൊല്യൂഷൻ കുറച്ചുകൂടെ ഒന്ന് ഒരു മീഡിയം റെസൊല്യൂഷൻ കൊടുക്കാം, 300 watts per inch DPI. ദെൻ ടു എ ഫയൽ, ദെൻ ക്ലിക്ക് ഓൺ OK. Just updating the display. ഒന്നുകൂടെ പ്രിന്റ് കൊടുത്ത് നോക്കാം. പ്രിന്റ് in 8 or A4 sheet in a higher dots per inch. Let it save in desktop. ഓക്കെ, നമുക്ക് അതിൻ്റെ പേര് കൊടുക്കാം റിസൾട്ട്. ഓക്കെ, JPG ഫോർമാറ്റിലാണ്. ക്ലിക്ക് ഓൺ ഓക്കെ. ദെൻ ഓക്കെ. ഇവിടെ ഇപ്പം റിസൾട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം ഡെസ്ക്ടോപ്പിൽ. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ 2 റിസൾട്ടും ഒരു സിംഗിൾ വിൻഡോയിൽ, സെപ്പറേറ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു റിസൾട്ട് എടുക്കുക, പ്രിൻറ്റ് ചെയ്യുക, ദെൻ അടുത്തത്. ഓക്കെ.